ഹായ് ഓൾ. അപ്പം റെയിൽവേയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പം RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതേപോലെ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷനാണ് ഇന്നലെ ഔട്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ഏകദേശം 6500-ലധികം വേക്കൻസീസ് ആണ് ഇത്തവണ ടെക്നീഷ്യന് വന്നിട്ടുള്ളത്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത് 30/6/2026, അതായത് ഇന്നു മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. 29/7/2026 വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഫീ പേയ്മെൻറ്റിന് 31/7/2026 വരെ ആയിരിക്കും പറ്റുക. അപ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുക. നമ്മൾ 2 നോട്ടിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് ഇതിൽ വരുന്നത്. അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അത് ലെവൽ 5 ആണ്. അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് B1 ആണ്. ഇനിഷ്യൽ പേ വരുന്നത് 29,200 തൊട്ടാണ്. ടോട്ടൽ വേക്കൻസീസ് 323 ആണ്. ഗ്രേഡ് 3യിലേക്ക് വരുമ്പോൾ അതിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളുണ്ട്. അത് ലെവൽ 2 പോസ്റ്റ് ആണ്. അതിൻ്റെ 19,900 ആണ് അതിൻ്റെ ഇനിഷ്യൽ പേ വരുന്നത്. അതിൻ്റെ ടോട്ടൽ വേക്കൻസീസ് 6,234 ആണ്. അങ്ങനെയാണ് 6,557 ടോട്ടൽ വേക്കൻസീസ് വരുന്നത്. അപ്പം വേക്കൻസീസിൻ്റെ ഇൻക്രീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ്. പലതവണയും നോട്ടിഫിക്കേഷൻ വന്നതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് പിന്നീട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ വേക്കൻസീസ് ഇനിയും ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പല ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ടെക്നീഷ്യനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ ഈ അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന് 18 തൊട്ട് 33 വയസ്സ് വരെയും ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് 18 തൊട്ട് 30 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നോർമലായിട്ട് വരുന്ന നമ്മുടെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് SSLC പ്ലസ് ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT ഓർ SCVT ഇൻ അപ്രോപ്രിയേറ്റ് ട്രേഡ് ആണ്. അതുപോലെ തന്നെ ഇത് ITIക്കാർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് നമുക്ക് ഇതിനുള്ളിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ലേക്ക് വരുമ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1ൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് സിഗ്നൽസിൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് BSc ഇൻ ഫിസിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. BSc ഇൻ എ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ദി ബേസിക് സ്ട്രീംസ് ഈസ് മെൻഷൻഡ് അബോ, അതിനും നിങ്ങൾക്ക് പറ്റും. അതേപോലെ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ നമ്മൾ പറഞ്ഞു ITIക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന്. അതിനൊരു പോസ്റ്റ് നിങ്ങൾ +2 ഫിസിക്സും മാത്സും പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് അതിലുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&T എന്നാണ് ആ പോസ്റ്റിന്റെ നെയിം വരുന്നത്. അപ്പോൾ അതിൻ്റെയും വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ +2 മാത്രമാണ്, നിങ്ങൾ ഫിസിക്സും മാത്സും പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ITIക്കാർക്കും +2 കഴിഞ്ഞവർക്കും അതേപോലെ BTech ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഒക്കെയുള്ള വേക്കൻസീസ് നമ്മുടെ ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം റെയിൽവേയിൽ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇതാരും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 500 ആണ്. ഇത് റീഫണ്ടബിൾ ആണ്. നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ എമൗണ്ട് 400 രൂപ നമുക്ക് റീഫണ്ട് ആവും. അതേപോലെ വുമൺ അതേപോലെ SC ST അങ്ങനെ കാറ്റഗറിക്ക് 250 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. അതും റീഫണ്ടബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു എക്സാമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് CBT എക്സാം ഉണ്ടായിരിക്കും. അപ്പം CBT എക്സാം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ CBT എക്സാം മാത്രമേ നമ്മുടെ ടെക്നീഷ്യൻ്റെ എക്സാമിനുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. മറ്റെന്ത് റെയിൽവേ എക്സാംസ് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം, നമുക്ക് CBT 1 ഉണ്ട്, പിന്നീട് CBT 2 ഉണ്ടായിരിക്കും, പിന്നീടാണ് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് CBT 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കും പിന്നീട് മെഡിക്കൽ എക്സാമിനേഷനിലേക്കൊക്കെ പോയി നിങ്ങൾ ഫൈനൽ സെലക്ഷനിലേക്കായിരിക്കും എത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഈ ഒരു പോസ്റ്റിന്റെ വരുന്നത്. പിന്നീട് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളത് ക്ലിയർ ആയിട്ട് നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിന് പറ്റിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണോ നിങ്ങളുടേത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് പഠിച്ചു തുടങ്ങേണ്ട റൈറ്റ് ടൈം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 അതുപോലെ തന്നെ ഗ്രേഡ് 3യുടെ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനോ ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.